കോട്ടയം ജില്ലയിലെ കല്ലറ ഇന്ന് ശ്വാസം മുട്ടുകയാണ്. വികസനത്തിന്റെ പേരിൽ പായുന്ന ടിപ്പർ ലോറികൾ ഒരു നാടിനെ ആകെ പൊടിയിൽ മുക്കിയിരിക്കുന്നു. വീടുകൾക്കുള്ളിൽ ഇരിക്കാനോ പുറത്തിറങ്ങി ഒന്ന് ശ്വസിക്കാനോ കഴിയാത്ത അവസ്ഥ. കല്ലറയിലെ നിരത്തുകളിലൂടെ ഉയരുന്ന പൊടിപടലങ്ങൾ കേവലം കാഴ്ചമറയ്ക്കുക മാത്രമല്ല, ഒരു ജനതയുടെ ആരോഗ്യത്തെ തന്നെ കാർന്നു തിന്നുകയാണ്. കടയിലെ സാധനങ്ങൾ പൊടിപിടിച്ച് നശിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. ഇനി എന്ന് കല്ലറയിലെ പ്രശ്നത്തിൽ അധികൃതരുടെ കണ്ണു തുറക്കുമെന്ന ആശങ്കയിലാണ് കല്ലറ നിവാസികൾ. എന്താ ചേച്ചി ഇവിടുത്തെ പ്രശ്നങ്ങൾ? എല്ലാം പോകുന്നുണ്ട്. ഭയങ്കര പൊടി ശല്യമാണ്. പിന്നെ ഈ ചേച്ചിയാണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാണ്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. 5+ കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ കൊച്ചൊരു ശ്വാസം മുട്ടലുകാരിയാണ്. പക്ഷേ കടയിലൊക്കെ ഇവിടെ ഇരിക്കും ഭയങ്കര പൊടി ഇങ്ങോട്ട് കയറി വരുന്നത്. ഭയങ്കര ശ്വാസം മുട്ടലാണ്. ശ്വസിക്കുന്ന മുഴുവനും പൊടിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എത്ര നാളായി ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 5-6 മാസത്തോളമായി, 5-6 വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ ടോർസാണ് കൂടുതലും ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കര ശല്യമായിട്ട് വരുന്നത്. കടകളിൽ ഫുള്ള് പൊടി അടിച്ച് കയറുന്നുണ്ട്. ഭയങ്കര പൊടിയോ കടകളിലെല്ലാം. കോട്ടയം ജില്ലയിലെ പ്രധാന പാതകളിലൊന്നായ കല്ലറയിൽ ഇന്ന് ദൃശ്യമാകുന്നത് ഭയാനകമായ കാഴ്ചകളാണ്. ഓരോ മിനിറ്റിലും പായുന്ന 10-20 ടിപ്പർ ലോറികൾ ഇവ ഉയർത്തുന്ന മൺപൊടി അന്തരീക്ഷത്തിൽ മണിക്കൂറുകളോളം തങ്ങി നിൽക്കുന്നു. റോഡരികിലെ മരങ്ങളും വീടുകളും കടകളും ഇന്ന് പൊടി നിറത്തിലാണ്. കാരണം അവയ്ക്ക് മുകളിൽ ഇഞ്ചുകളോളം കനത്തിൽ പൊടി വന്നടിഞ്ഞിരിക്കുന്നു. കാൽനട യാത്രക്കാർക്ക് കുട ചൂടിയാലും മാസ്ക് വെച്ചാലും ഈ പൊടിയിൽ നിന്ന് രക്ഷയില്ല. ഇരുചക്ര വാഹനക്കാരുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. കാഴ്ച മറയുന്നത് മൂലം അപകടങ്ങളും ഇവിടെ പതിവാണ്. കല്ലറ ജംഗ്ഷനിലെയും പരിസരത്തെയും വ്യാപാരികൾ ഈ പ്രശ്നം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. പലചരക്ക് കടകൾ, തുണിക്കടകൾ, ഹോട്ടലുകൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും പൊടിയിൽ പൊതിഞ്ഞിരിക്കുന്നു. കടയ്ക്ക് ഉള്ളിലുള്ള സാധനങ്ങളിൽ പോലും മുഴുവൻ പൊടി നിറഞ്ഞിരിക്കുകയാണ്. കടയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും പാക്കറ്റുകളും പൊടി മൂടി വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധനങ്ങൾ തുടർച്ച വൃത്തിയാക്കിയാലും 5 മിനിറ്റ് കഴിഞ്ഞു നോക്കിയാൽ പഴയ അവസ്ഥ തന്നെ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന കല്ലറയിലെ വ്യാപാരികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭരണകൂടത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, മാരകമായൊരു ആരോഗ്യ പ്രതിസന്ധി കൂടിയാണ്. അധികാരികൾ ഉടൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രദേശത്ത് ശ്വാസകോശ രോഗങ്ങൾ കൂടാനുള്ള സാധ്യത ഏറെയാണ്. ആസ്മയും മറ്റ് ശ്വാസകോശ രോഗങ്ങളുമുള്ള പ്രായമായവർ ഇന്ന് വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല. ജനലുകളും വാതിലുകളും അടച്ചിട്ടാലും പൊടി അകത്തെത്തുന്നു. ഇത് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ ലോഡുമായി പോകുന്ന ടിപ്പറുകൾ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. കല്ലറ ജംഗ്ഷൻ പോലുള്ള ജനവാസ മേഖലകളിൽ പോകുമ്പോൾ പാലിക്കേണ്ട വേഗതയിൽ തന്നെയാണോ ടിപ്പർ പോകുന്നതെന്ന് ഉറപ്പാക്കണം. ടിപ്പറുകൾ പോകുന്ന വഴിയിൽ വെള്ളം തളിച്ച് പൊടിയടക്കാൻ ശ്രദ്ധിക്കണം. ചുരുങ്ങിയത് ഇത്തരം കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ജനപ്രതിനിധിക്കും പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനുമെല്ലാം പരാതി നൽകിയിട്ടും അവരെല്ലാം മൗനത്തിലാണെന്നാണ് കല്ലറയിലെ നാട്ടുകാർ പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ വഴി നടക്കാൻ മേലത്തൊരവസ്ഥയില്ല. അത് കല്ലറയുടെ ഹൃദയഭാഗമാണ്. ഇവിടെ ഹൃദയം പൊടി ടിപ്പറുടെ ശല്യം കാരണം പൊടി കൊണ്ട് ഒരടി ഇവിടെ നടക്കാൻ മേലത്തൊരവസ്ഥയിലാണ്. ഇവിടെയുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ട്, ഇവിടെയുള്ള കടക്കാർക്ക് അതിൽ കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കടയ്ക്കകത്തൊരു കാര്യം ചെയ്യാനെടുക്കാനോ ആ കടയ്ക്കകത്തിരിക്കുന്ന സ്റ്റാഫിന് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ അതിൻ്റെ വേണ്ട നടപടി സ്വീകരിച്ച് ജനത്തിന് പ്രയോജനപ്പെടുന്നൊരവസ്ഥ ചെയ്തു കൊള്ളുന്ന അഭ്യർത്ഥനയുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയിട്ട്? നിലവിൽ ഇങ്ങനൊരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 4-5 മാസം അടുപ്പിച്ചായി. അതായത് കൂടുതലിപ്പം ഈ കഴിഞ്ഞ കാലത്ത് 2-2.5 മാസമാണ് പിന്നെ കൂടുതലിപ്പോൾ പൊടിയുടെ ശല്യം തുടങ്ങിയിട്ട്. മഴ വരുമ്പോൾ ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ ചെളിയാകുമ്പോഴേക്ക് ഈ കടയിലേക്ക് തിരിച്ചു കയറും. ഒരു വെള്ളം കൊണ്ട് കൊടുത്തുകൊണ്ട് ഈ വഴിയെ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യം. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട മേലധികാരികൾ മനസ്സിലാക്കി ചെയ്താൽ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പരാതിപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും? ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പറച്ചിലല്ലാതെ പ്രായോഗികമാകുന്നില്ല. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയും ഇത് ചെയ്താൽ കൊള്ളാമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിപ്പം ഇടതടവില്ലാതെ ഇങ്ങനെ ടിപ്പറുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലേ? ഇപ്പം തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് ഇപ്പം 3ാമത്തെ ട്രിപ്പറാണ് പോകുന്നത്. ഇതേ അവസ്ഥയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്താൽ കൊള്ളാൻ ഞങ്ങൾക്ക് വളരെ ഉണ്ട്. ഇപ്പം ഇത് രാവിലെ കഴുകിയ വണ്ടിയാണ് ഈ ബൈക്ക്. ഇതൊരു 10 മിനിറ്റ് ഇതിലെ പോയിക്കുമ്പോൾ ഈ വണ്ടി നിറച്ച് പൊടിയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ വളവ് വീശുകയും ഈ സ്കൂളിൻ്റെ പരിസരം ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്കൂളിലേക്ക് പിള്ളേർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ടിപ്പറെ മണ്ണുമായിട്ട് പോയിട്ട് അവിടുത്തെ നിന്ന് മണ്ണും ചെളിയും കൂടെ മണ്ണ് പുറത്തോട്ട് വീണിട്ട് പിള്ളേർ അവസാനം നാട്ടുകാർ എൻ്റെ ശ്രദ്ധപ്പെടുന്ന നാട്ടുകാർ കോരി മാറ്റേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലുണ്ട്.
കല്ലും മണലും കൂടെ തെറിച്ച് വിട്ടിട്ട് സ്കൂളിലാണെന്നുള്ള ഒരു മര്യാദ പോലും ടിപ്പറുകാരൻ കാണിക്കത്തില്ല. അപ്പോൾ അത് അവരെ ശ്രദ്ധപ്പെടുത്തണം. അല്ലെങ്കിൽ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ജനത്തിന് പ്രായോഗികമാകുന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളുന്നൊരു അപേക്ഷയുണ്ട്. മണ്ണും കല്ലുമെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അത് കൊണ്ടുപോകാനുള്ള ടിപ്പറുകളും അത്യാവശ്യമാണ്. എന്നാൽ അവയൊന്നും ഒരു ജനതയുടെ സ്വൈര്യ ജീവിതത്തെ തകർത്തുകൊണ്ടാകരുത്. ജനവാസ മേഖലയിലൂടെയുള്ള ഇത്തരം വാഹനങ്ങൾ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പോകുമ്പോൾ കണ്ണു തുറന്ന് പരിഹാരം കണ്ടെത്തേണ്ടത് അധികാരികൾ തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.